ഹായ് ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇന്നൊരു ഈവനിങ് റൂട്ടീൻ ചെയ്യാമെന്നോർത്തെ. അപ്പം രാവിലത്തെ ഒരു ഇച്ചിരി വീഡിയോ ഞാൻ എടുത്ത് വെച്ച്, പിന്നെ അത് ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം രാവിലെ എഴുന്നേറ്റ പാടെ കട്ടിലൊക്കെ കിടക്കുന്ന പോലെ കണ്ടില്ല. അപ്പം ഞാൻ പിന്നെ ഞാൻ ലേറ്റായിട്ടാണ് എപ്പോഴും എഴുന്നേക്കാറ്. അത് ഞാനും അതെ, കൊച്ചും അതെ. അപ്പോൾ എഴുന്നേറ്റ് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച്. അപ്പം കുറച്ച് പണിയുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ഒത്തിരി ആൾക്കാരൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ പണികളൊന്നും ഇല്ല. എന്നാലും അടുക്കളയിലൊക്കെ അത്യാവശ്യം പണിയുണ്ട്. പാത്രം കഴുകാനുണ്ടായിരുന്നു, അടിച്ചു വാരാനുണ്ടായിരുന്നു, അതൊക്കെ ഒരു പണിയാണ്. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള സമയത്താണ് ചെയ്യുന്നത്. അപ്പം ഞാനിതിപ്പം വീഡിയോ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബിലിടാനൊരു കണ്ടൻറ്റുമായി. പക്ഷേ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് മേടിച്ചു ഞാൻ തൽക്കാലത്തേക്ക്. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു അഡ്ജസ്റ്റ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അത്ര ഭയങ്കര സ്പീഡായിരുന്നു എനിക്ക് തോന്നുന്നു. അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഇത്. അപ്പം ഞാൻ അടുക്കളയിൽ കുറേ പാത്രങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നെ അടിച്ചു വാരാൻ പോയി. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ, വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ അടിച്ചു വാരിയതിന് ശേഷം എൻ്റെ റൂമെല്ലാം നല്ല വൃത്തിയായി. അതിന് മാത്രം ഞാൻ പറഞ്ഞില്ലേ, റൂം അങ്ങനെ എപ്പോഴും ഈ ടൈലിൻ്റെ കളർ ഇതായതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ ചെടി പിടിപ്പിച്ചൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഈ കൊച്ചുള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിരത്തിയിടും, കഴിക്കണ സാധനങ്ങൾ. അങ്ങനെ ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത് പിന്നെ പിള്ളേരുള്ള വീട്ടിൽ ഏകദേശം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അത് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ, കിച്ചണിൻ്റെ സൈഡിലാണ് ബാൽക്കണി വരുന്നത്. ഞാൻ അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിൽക്കും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പിന്നെ മറ്റേ സെപ്റ്റോന്ന് ആമസോണിൽ നിന്നൊക്കെ കുറച്ച് വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചീര, നാട്ടിലാകുമ്പോൾ നമുക്കിതൊക്കെ എപ്പോഴും കിട്ടുന്ന, പക്ഷേ ഇവിടെ നാട്ടിൽ ചീരയൊക്കെ കറി വെച്ച് കഴിക്കുമ്പോഴത്തേക്കും കുറവാണ് കഴിക്കുന്നത്, ഇഷ്ടമാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നതല്ലേ. പക്ഷേ ബാംഗ്ലൂർ വന്ന് കിടന്നിട്ട് ചീര എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ചീര, മുരിങ്ങയില, അങ്ങനത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ, അതിൻ്റെ കറി കഴിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്തോ ഒരു ഫീലിങ്സാണ്. അത് ഇവിടെ ഉള്ളവർക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നത് നന്നായിട്ട്. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും വില അറിയില്ല. നമ്മൾ വല്ല സ്ഥലത്തും പോയി കിടക്കുമ്പോഴേ അതിൻ്റെയൊക്കെ ഒരു വില അറിയത്തുള്ളൂ. ഞങ്ങളിവിടെ എല്ലാം ഓൺലൈൻ വഴിയാണ് ഞാൻ മിക്കപ്പോഴും പച്ചക്കറി എല്ലാം മേടിക്കണം. നല്ല റേറ്റ് കുറവ് കിട്ടാറുണ്ട്, എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ. അപ്പം ഞാൻ മാക്സിമം അങ്ങനെ ചീരവർഗ്ഗങ്ങളെല്ലാം മേടിക്കും. ഉള്ളിപ്പൂവ് അങ്ങനെ. പിന്നെ നാട്ടിലെ രീതിയിലൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നത്, തേങ്ങ അരച്ചൊക്കെയാണ് ഞാൻ കറി വെക്കാറും ഒക്കെ. എനിക്കതൊക്കെ നാടൻ രീതി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചീര തോരൻ വെച്ച് കഴിഞ്ഞാൽ രാത്രിയത്തേക്ക് കഞ്ഞിക്കാക്കാലോ എന്ന് ഓർത്തുകൊണ്ട് ചീരയിൽ മുട്ട ഇട്ടിട്ടേ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കാമെന്ന് ഓർത്തു. അപ്പം അതിനുള്ള കട്ടിങ്ങാണ് നടക്കുന്നത്. തേങ്ങ ഓൺലൈൻ വഴിയാണ് തേങ്ങയും മേടിച്ചത്. അത് നമ്മുടെ കൈയുടെ ഉള്ളി വെക്കാൻ പോലുള്ള വലിപ്പം പോലും ആ തേങ്ങയ്ക്കില്ല, ഭയങ്കര റേറ്റാണ് തേങ്ങയ്ക്ക്. അതുകൊണ്ട് ഞാൻ തേങ്ങ യൂസ് ചെയ്തിട്ട് ഇവിടെ കറി വെക്കൽ കുറവാണ്. നാട്ടിലൊക്കെ ഇതുപോലെ ചിരണ്ടിക്കൊണ്ടിരുന്നു, ഇവിടെ ഞാൻ വരുമ്പോൾ അങ്ങനെ ചിരണ്ടുന്നത് കുറവാണ്. അപ്പം പിന്നെ ഇത് നമ്മുടെ ഒരു ചേട്ടച്ചാർ കൊണ്ട് തന്ന ചിരവ. ഇവിടെ ഞങ്ങൾ ഞാൻ മിക്സിയിൽ തേങ്ങ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കുമായിരുന്നു. അപ്പം മറ്റേ നമുക്ക് കുനുകുനാന്ന് കിട്ടുമല്ലോ, അങ്ങനെയായിരുന്നു ഞാൻ തേങ്ങ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ തേങ്ങയ്ക്ക് റേറ്റ് കൂടിയോണ്ട് തേങ്ങ മേടിക്കുന്നുമില്ല. അപ്പോൾ തേങ്ങയുടെ കറികളും കുറവാണ്. ഈ ചട്ടി എനിക്ക് എൻ്റെ അമ്മ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തന്ന ചട്ടിയാണ്. പക്ഷേ ഞാനതിപ്പോൾ കറിയും ഫ്രൈ ഒക്കെയാണ് ചെയ്യുന്നത്. അമ്മ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല വഴക്ക് കേൾക്കും, അത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം കൂടെ കോൾ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഉപയോഗിക്കുന്നുണ്ടോ അതോ വെറുതെ വെച്ചേക്കുവാണോ എന്ന്. ഞാൻ പറഞ്ഞു ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ എപ്പോഴും അപ്പം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കലില്ല, ഇങ്ങനെ വെച്ചേക്കുവാന്ന് പറഞ്ഞു. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയും. കാരണം അമ്മ അതുപോലെ സൂക്ഷിച്ച് വെച്ചൊരു സാധനമാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നു കിട്ടതായിരുന്നേ. ഇപ്പം അതിനകത്ത് എനിക്ക് ഫുള്ള് എന്തോന്നറിയില്ല, എനിക്കതിൽ ഭയങ്കര ഇഷ്ടമാണ് കറി വെക്കാൻ. ചെറിയ ചട്ടിയാണ്, പക്ഷെ ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ല സുഖമുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനത് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഈ കാര്യം മാത്രം അമ്മയ്ക്കത് അറിയത്തില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഇട്ടൊരു ലോങ് വീഡിയോ ഉണ്ട്, അത് എനിക്കൊന്ന് 7 മിനിറ്റേ ഉള്ളൂ. പക്ഷെ അതിലെന്നെ 40 പേരെ കണ്ടിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്കത് തന്നെ ധാരാളം. പക്ഷെ ആ കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുവോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു സന്തോഷമായിരുന്നേനെ.
നമുക്കൊരു ഹെൽപ്ഫുള്ളായനല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മാത്രമല്ല സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എങ്കിലല്ലേ നമുക്ക് ഓരോരോ വീഡിയോ ഇടാം. ആരെങ്കിലും കാണാൻ വേണ്ടിയാണല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്കായിട്ട് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പം അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പിന്നീട് ഒരു കോൺഫിഡൻറ്റും ആകും. നമുക്കിഷ്ടത്തിനുള്ള മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇടാനും പറ്റും. ബാംഗ്ലൂർ വന്നതിൻ്റെ പിറ്റേ വർഷം മേടിച്ച കുക്കറാണിത്. ഇപ്പം എനിക്കൊന്ന് 5 വർഷം ആവുന്നു. അപ്പം ഞാൻ അന്ന് മേടിച്ച കുക്കറാണ്. അതിൻ്റെ മേളത്തെ അടയ്ക്കുന്ന അടപ്പിൻ്റെ അവിടുത്തെ ഒരു പിടിയുണ്ടല്ലോ, ആ പിടിയുടെ സ്ക്രൂ ഒരു ദിവസം പതുക്കെ ലൂസായപ്പോൾ ഞാൻ ലാസ്റ്റ് അത് ഊരി വെച്ചിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്തത്. പിന്നെ അത് തിരിച്ചങ്ങോട്ട് വെക്കാൻ ഭയങ്കര മടിയായി. പിന്നെ ഇതങ്ങോട്ട് ശീലമായി. അന്നോട്ടേ ഞാൻ ഇപ്പോൾ വരെ ഞാൻ കലത്തിൽ ചോറ് വെച്ചിപ്പോൾ ശീലമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നാട്ടിൽ ചെന്നാലും കലത്തിൽ അമ്മയോട് ചോദിച്ചിട്ടാണ് അരി ഇടുന്നത് കുഴപ്പമില്ല പിന്നെയും. പക്ഷേ എനിക്ക് ചോറ് വാർക്കാൻ ഭയങ്കര പേടിയായിപ്പോൾ. കാരണം ഇവിടെ ഞാൻ ഫുള്ള് കുക്കറിലാണ് എപ്പോഴും ചോറ് വെക്കുന്നത്. അതിപ്പോൾ ശീലമായിപ്പോയി, എളുപ്പമായിപ്പോൾ. എനിക്കത് കുക്കറിൽ വെക്കുന്ന കുറച്ചും കൂടെ എളുപ്പമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ കുക്കറിൽ ചോറ് വെക്കുന്ന ആൾക്കാരുണ്ടോ എപ്പോഴും? ഞാൻ എപ്പോഴും കുക്കറിനകത്താണ് വെക്കാറുള്ളത്. വേറെ ഒരു പാത്രത്തിൽ കലം ഞാൻ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പൊക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് പോലും ഞാൻ കലം എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. വല്ല ചൂടുവെള്ളം എന്തെങ്കിലും അത്യാവശ്യത്തിന് വെക്കാനാണെങ്കിൽ അങ്ങനെ കലം എടുക്കുക, അല്ലാതൊന്നും ഇല്ല. ഇതിപ്പോൾ ഈ മുട്ട പൊരിക്കാൻ വേണ്ടി ഇരിക്കുന്നത് എനിക്കാട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല ചീരക്കറി, എനിക്ക് അങ്ങനത്തെ ഞാൻ ഇടുക്കിക്കാരിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര കൊതിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഞ്ഞി കുടിക്കാനുള്ള മൂടായി. അപ്പം ഞാൻ ഓർത്ത് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് മുട്ട പൊരിച്ചതും ചീരത്തോരനും പിന്നെ ഉച്ചയ്ക്കത്തെ സാമ്പാറുണ്ടായിരുന്നു, സാമ്പാറും കൂടെ കൂട്ടിയിട്ട് ഇച്ചിരി ചോറ് വാർത്തിട്ട് അത് എനിക്ക് മാത്രം ഇച്ചിരി ചോറാക്കി എടുത്തിട്ട് കഴിക്കാമെന്ന് ഓർത്ത്. അങ്ങനെയാണത് വെക്കുന്നത്. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അത് കൂട്ടിയിട്ടിട്ട് അത് ഇപ്പോഴാണ് കഴുകുന്നത്. എനിക്കൊന്ന് ഉച്ച തൊട്ട് കിടക്കുന്ന പാത്രമാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ പാത്രം കഴുകുന്നത്. പാത്രം കഴുകി അതെല്ലാം അവിടെ ഒന്ന് കഴുകി ആ മേള് ഭാഗം എല്ലാം ഞാൻ സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിക്ക് വെച്ച്. പിന്നെ അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് മുറ്റമടിക്കണം, അകത്ത് തന്നെ കുറേ പണി കാണും, പുറത്താണെങ്കിലും കുറേ പണി കാണും. എപ്പോഴും നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ, അതായത് ഇടുക്കിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ നേരം വെളുക്കും തൊട്ട് രാത്രി വരെ ഈ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അതെന്തിനാണെന്ന് എനിക്കിതിലായിട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു ജോലി ചെയ്ത് തീർത്തിരുന്നാലും ഇവർ വീണ്ടും അതും ഇതൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് ഇങ്ങനെ പോകും. നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനത്തെ ആൾക്കാർ? എൻ്റെ പൊന്നോ, ഭ്രാന്ത് പിടിക്കുക. എന്നിട്ട് നമ്മളെ വെറുതെ ഇരുത്തത്തില്ല. അപ്പോൾ ഞാൻ അന്ന് ആ സമയമൊക്കെ ഞാൻ പണിയെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു പണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു, നീ പോകുന്ന വീട്ടിൽ നിനക്ക് ഇങ്ങനെ ഒരു അമ്മായിമ്മനെ കിട്ടും, നീ പണിയെടുത്ത് ചാകും, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് അമ്മായിമ്മയും ഇല്ല, അമ്മായിപ്പനും ഇല്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സുഖമായി. ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് സുഖമാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റാൽ മതി, ഇഷ്ടമുള്ളപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഞാൻ ഫുഡ് ലേറ്റായിട്ട് ഉണ്ടാക്കിയാലും ഇവർക്ക്, ഞാൻ കൊച്ചിനും ഹസ്ബൻഡിനും കറക്റ്റ് സമയത്ത് ഞാൻ കഴിക്കാനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി കൊടുക്കും. ഞാൻ ഇവിടെ വന്നാൽ പിന്നീട് കുറച്ചും കൂടെ സ്പീഡപ്പായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് വേറെ രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാനും പഠിച്ചു. പക്ഷേ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും ഞാൻ പെട്ടെന്ന്. ഇപ്പോൾ ഇവർക്ക് വിശക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ന സാധനം ഇല്ല, അന്ന് ഇവർക്കാണെങ്കിൽ പിന്നെ ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളെന്ത് കൊടുത്താലും കഴിക്കുന്ന 2 ടീമുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇവരെ കൊണ്ട് ഒരിക്കലും ഇല്ല. ഞാൻ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ സൗണ്ട് കേൾക്കുന്നില്ല. വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് കട്ടിലെ കിടന്നുകൊണ്ട്. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പോയില്ല. പിന്നെ റൂമിൽ 2 ചെടി വെച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായിരിക്കാൻ തുടങ്ങിയിട്ട്. അത് വളരുന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതിന് ഞാൻ 2 ചെടിക്കും തോന്നുമ്പോൾ ഇച്ചിരി വെള്ളം കൊണ്ട് ഒടിച്ചിട്ട് വന്ന് നിൽക്കുന്നത്. ഞാൻ പിന്നെ കഴിക്കാനുള്ള ചോറൊക്കെ എടുത്ത് കേട്ടോ, റെഡിയായേ. ഓക്കെ, ബൈ.